ഗൈസ്, എൻ്റെ ഉള്ളിൽ കോവിഡ് കാലം കഴിഞ്ഞപ്പോഴത്തേക്കിന് ചത്ത മരവിച്ചൊരു കാര്യമാണ് ഈ കലാകൊലപാതക കഴിവ്. എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കലാകൊലപാതകം പിന്നെയും ഉണർന്നു വന്നിരിക്കുന്നു. അതെ, എൻ്റെ ഉള്ളിലെ നാഗവല്ലി വീണ്ടും പുറത്തു വന്നു. എൻ്റെ മൈൻഡിൽ എപ്പോഴും ഈ ക്രാഫ്റ്റിൻ്റെ ഒരു കാര്യം ഓടി നടക്കുന്നുണ്ട്. എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യം കിട്ടിയാലും ഞാനത് സൂക്ഷിച്ചു വെക്കും. അത് പണ്ടോട്ടുള്ള കാര്യമാണ്, വല്ല പ്രയോജനപ്പെടുകയോ ഇല്ല. എന്നാൽ പിന്നെ സൂക്ഷിച്ചു വെക്കുമോ, അത്ര അങ്ങനെ ഞാൻ എടുത്തു വെച്ച പിസ്ത ഷെല്ല് കുറേ നാളായി ഞാൻ ഇതിങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. കുറേ ഉണ്ടായിരുന്നു, കുറേയൊക്കെ എടുത്ത് കളഞ്ഞ് കുറേയൊക്കെ ഞാനത് സൂക്ഷിച്ചു വെച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് നല്ല രീതിക്ക് ചീറ്റിപ്പോയി. കാര്യം ഞാൻ ഉദ്ദേശിച്ചത് വേറെ, എൻ്റെ കൈ പ്രവർത്തിച്ചത് വേറെ രീതിയിൽ. കാര്യം കുറേ നാളായാലും അതിൻ്റെ ആ ഒരു ടച്ച് വിട്ടിട്ട്. അപ്പോൾ ആ ടച്ച് പിന്നെയും കിട്ടണമെങ്കിൽ ഇത് പിന്നെയും പിന്നെയും ചെയ്ത് ചെയ്ത് ശീലമായാലേ ശരിയാകത്തുള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഞാൻ ഇത് ഈ ഗമ്മൊക്കെ എടുത്ത് നല്ല രീതിക്ക് സൈഡൊക്കെ ഈ വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചിട്ട് എൻ്റെ ഒരു ഐലൈനറിൻ്റെ പഴയ കുപ്പി എടുത്താൽ നല്ല രീതിക്ക് കഴുകി ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് ഈ പൂവിനും ഒക്കെ നല്ല രീതിക്ക് കളർ വെച്ച് ഞാനൊരു യെല്ലോയും ഗ്രീനും കൂടെ കൊടുത്തേക്കാം. എന്തായാലും ഇത് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലടാ. കുറേ നാളായില്ലേ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. എന്തായാലും കുഴപ്പമില്ല, അടുത്ത വീഡിയോ ശരിയാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ടാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഉടനെ വരാം. ബൈ ബൈ.